ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അമ്മേ അയ്യോ ഇരിക്കവിടെ. അമ്മേ, അമ്മേ എന്തു പറ്റിയതാ? എന്നെ ആരോ തള്ളിയിട്ടതാ. എന്റെ പുറകില് ആരോ ഉണ്ടായിരുന്നു. അയ്യോ ആര്? എനിക്ക് ഉറപ്പാ ആരോ ഉണ്ടായിരുന്നു എന്റെ പുറകില്. എന്താ ഏട്ടതി, എന്താ പറ്റിയേ? അത് അമ്മ സ്റ്റെപ്പിന് താഴേക്ക് വീണു. താഴേക്ക് ഉരുണ്ടുകൊണ്ട് വരെയായിരുന്നു. അപ്പോഴേക്ക് ഞാൻ വന്ന് പിടിച്ചു. ഏട്ടത്തി ഇതെവിടെ നോക്കിയാ നടക്കുന്നേ? എന്തെങ്കിലും പറ്റിയോ? എനിക്ക് നല്ല പുറംവേദനയുണ്ട്. കൽപ്പനേ, കൽപ്പനേ, ഒരു കാര്യം വന്നാ വിളിച്ചാ കാണില്ല. ആ കണ്ണാടിയുടെ മുന്നിൽ നിന്നെങ്ങാനും മേക്കപ്പ് ചെയ്യായിരിക്കും. കൽപ്പനേ. എന്താ ചെറിയമ്മേ? നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിഞ്ഞോ? ഏട്ടത്തിന്റെ സ്റ്റെപ്പിന്ന് വീണു, വയ്യാണ്ടിരിക്കുവാ. അയ്യോ അമ്മേ, എന്താ അമ്മേ? കൈക്കെന്തെങ്കിലും പറ്റിയോ? എന്നെ ആരോ തള്ളിയിട്ടതാ. അതെനിക്ക് ഉറപ്പാ. രാധികെ, നീ പോയി കുറച്ച് ബാം എടുത്തോണ്ട് വാ, നമുക്ക് ഏട്ടത്തി കിട്ടുകൊടുക്കാം. ഏട്ടത്തി, തള്ളിയിട്ടെന്നുള്ളത് തോന്നലാണോ അതോ? തോന്നലല്ല, എന്നെ പിടിച്ചു തള്ളിയത് തന്നെയാ. അപ്പോ പ്രിയങ്കയുടെ പ്രേതം കളി തുടങ്ങി. എന്താ ചെറിയമ്മേ പറയുന്നേ? പ്രിയങ്കയ്ക്ക് എല്ലാവരോടും ദേഷ്യമല്ലേ? പ്രത്യേകിച്ച് രാധികയെ മരുമകളായി സ്വീകരിച്ച ഏട്ടത്തിയോട് എന്തായാലും ദേഷ്യം ഉണ്ടാവും. ഇത് ചെയ്തത് ആരാന്ന് അന്വേഷിക്കുകയേ വേണ്ട, രാധിക തന്നെയാ. അതെങ്ങനെയാ? ഞാനിവിടെ താഴേക്ക് വീഴുമ്പോ താഴേന്ന് വന്നല്ലേ രാധിക എന്നെ പിടിച്ചത്. പിന്നെ അവളെങ്ങനെ മുകളിൽ നിന്ന് തന്നെ തള്ളി വീഴ്ത്തും? അമ്മേ, പ്രേതങ്ങള് എവിടെ നിന്നാ വരിക, എവിടെ വെച്ചാ തള്ളി വീഴ്ത്താന്നൊക്കെ നമുക്ക് വല്ല നിശ്ചയമുണ്ടോ? എന്തായാലും അമ്മ സ്റ്റെയർ കേസ് ഇറങ്ങുമ്പോ ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഏട്ടത്തി, ദുരാത്മാക്കള് ഒരേ സമയത്ത് 2 സ്ഥലത്തോ 3 സ്ഥലത്തോ ഒക്കെ പ്രത്യക്ഷപ്പെടും. രാധിക മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത്. പ്രിയങ്ക അവളെ കൊണ്ട് ചെയ്യിക്കുന്നതാ. അവള് ലക്ഷ്യം വച്ചിരിക്കുന്നതേ ഏട്ടത്തിയെ തന്നെയാ.